അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും. പ്രിയ കുട്ടികളെ, 2ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ്റെ 2024 ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ അവയുടെ ആൻസറുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. മറിയം 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. അവളുടെ വീട്ടിൽ മനോഹരമായ പൂന്തോട്ടമുണ്ട്. തോട്ടം പരിപാലിക്കുന്നതിനിടയിൽ റോസാപ്പൂവിലിരുന്ന് തേൻ നുകരുന്ന പൂമ്പാറ്റയെ അവൾ കൗതുകത്തോടെ നോക്കി. ചിത്രം വരച്ച് കളർ നൽകാൻ നമുക്കവളെ സഹായിക്കാം. ഹയ്യ, വരൂ, നുലവ്വിനു, നമുക്ക് കളർ നൽകാം. ഇവിടെ ഒരു റോസാപ്പൂവിൻ്റെ ചിത്രമുണ്ട്. അതുപോലെ തന്നെ ഫറാശത്ത് പൂമ്പാറ്റ തേൻ നുകരുന്ന ചിത്രവും കാണാം. നിങ്ങൾ പൂമ്പാറ്റയ്ക്ക് അസ്രക്ക് ആരോ മാർക്ക് കൊടുത്ത ഭാഗങ്ങളിൽ അസ്രക്ക് ബ്ലൂ കളർ കൊടുക്കുക, അസ്ഫർ യെല്ലോ കളറ്, ആരോ എവിടെയാണോ അവിടെ യെല്ലോ കളർ കൊടുക്കുക, മഞ്ഞ കളർ കൊടുക്കുക. അതുപോലെ തന്നെ അഹ്മർ റെഡ് കളർ കൊടുക്കുക, പൂവിന് അഹ്മർ കൊടുക്കുക. പിന്നെ അഹ്ലർ പച്ച, ഇലകൾക്ക് പച്ച കൊടുക്കുക. അതുപോലെ ഇതിന് യോജിച്ച ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾ യോജിച്ച കളറ് കൊടുക്കുക. മറിയമിൻ്റെ പൂന്തോട്ടം കാണാൻ കൂട്ടുകാരൻ അമീൻ അവൻ്റെ പിതാവിൻ്റെ കൂടെ വന്നു. മറിയം അവരെ സ്വീകരിച്ചു. 2ാമത്തെ പ്രവർത്തനം നോക്കാം. ഹയ്യ, വരൂ, നുക്കെമ്മിലു, നമുക്ക് ഈ വിട്ട ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. അമീനും മറിയമും കൂടിയിട്ടാണ് കോൺവെർസേഷൻ. അമീൻ ഫസ്റ്റ് മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ് എന്ന് മറിയത്തോട് പറഞ്ഞു. അപ്പൊ തിരിച്ചിട്ട് അവൾ റിപ്ലൈ എന്താണ് കൊടുത്തിരിക്കുക? മസാ ഉന്നൂർ. തിരിച്ച് അങ്ങോട്ടും ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞു. മൻ ഹാദ, ഇതാരാണ് എന്ന് അവൾ ചോദിച്ചു. അപ്പൊ അമീൻ എന്താ പറഞ്ഞത്? ഹാദ, ഇത് അബീ, എൻ്റെ ഉപ്പയാണ് എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ മറിയം തഫല്ലൽ, വരൂ എന്ന് പറഞ്ഞു. അമീൻ അത് കേട്ടപ്പോൾ ശുക്രൻ, നന്ദി എന്ന് പറഞ്ഞു. മറിയം അപ്പൊ എന്താ പറഞ്ഞത്? അഫ്വൻ, വെൽക്കം. മറിയമിന് അവളുടെ തോട്ടത്തിൽ ധാരാളം കൂട്ടുകാർ ഉണ്ടായിരുന്നു. മറിയം അമീനിനെ കൂട്ടുകാരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി. അവർ ആരൊക്കെയെന്ന് നമുക്ക് കണ്ടെത്താം. ഹയ്യ, വരൂ, നുഖ്മിലു, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ സിൻജാബിൻ്റെ പിക്ചർ നമ്മൾ കാണുന്നുണ്ട്. ഈ പദപ്രശ്നം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. സിൻജാബ്, സീന്, നൂന്, സീൻ അവിടെയുണ്ട്, നൂന് അടുത്ത കോളത്തിൽ, മറ്റേ കോളത്തിൽ ജീമിടുക, ബാക്കി അവിടെ ഉണ്ട്, അലിഫ് ബ ഉണ്ട്. പിന്നെ ലക്ക് ലക്ക്, കൊക്കിൻ്റെ പിക്ചർ ഉണ്ട്. അവിടെ താഴോട്ട് ലക്ക് ലക്ക് എന്ന് എഴുതണം. ഇതിൽ ലാം ഉണ്ട്, കാഫ്, ലാമ്, കാഫ് അവിടെ ഉണ്ട്. പിന്നെ ഉറാബുൻ, താഴോട്ട് ഒയിന് റാ, അവിടെ ഒരു അലിഫും ബാവും ചേർത്ത് കൊടുക്കുക. ഇനി ബബ് ഓ ഇനെ കാണുന്നുണ്ട്. അവിടെ ബാ ഉണ്ട്, വീണ്ടും ബാ, ഒയിന്, അലിഫ്, ഹംസ. പിന്നെ കെൽബിൻ്റെ പിക്ചർ, അതിൽ കേഫ് ഉണ്ട്, ലാമ്, ബാ, കെൽബുൻ. അങ്ങനെ പദപ്രശ്നം കംപ്ലീറ്റ് ചെയ്യുക. 2ാമത്തെ പ്രവർത്തനം അതിലെ തന്നെ 3-ലെ 2ാമത്തെ പ്രവർത്തനം. ഹയ്യ നെക്തുബു, വരൂ, നമുക്ക് എഴുതാം. കിർദുൻ, കിർദിൻ്റെ പിക്ചറിൽ കിർദുൻ എന്നെഴുതുക. ബബ് ഓ ഇൻ്റെ പിക്ചറിൽ ബബ് ഓ ഉൻ. സിൻജാബിൻ്റെ താഴെ സിൻജാബുൻ എന്നെഴുതുക. നായയുടെ കെൽബുൻ എന്നെഴുതുക. ഉറാബുൻ, കാക്കക്ക് ഉറാബുൻ എന്നവിടെ എഴുതുക. ലക്ക് ലക്ക്, കൊക്കിന് ലക്ക് ലക്ക് എന്നവിടെ എഴുതി കൊടുക്കുക. അടുത്ത പ്രവർത്തനം നോക്കൂ. വീട്ടിലെത്തിയ അമീൻ കൂട്ടുകാരിയുടെ തോട്ടത്തെക്കുറിച്ച് എഴുതി നോക്കി. നമുക്കവനെ സഹായിക്കാം. ഹയ്യ, വരൂ, നെക്തുബു, നമുക്കെഴുതാം.
ഈ പിക്ചറിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഒരു പൂന്തോട്ടം, ബുസ്താന് കാണുന്നുണ്ട്. ബുസ്താനില് ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്? കിർദിനെ കാണാം, ബത്തൊത്തുണ്ട്, അസ്ഹാർ പൂക്കളുണ്ട്, അർണബുണ്ട്. പിന്നെ എന്താണ് കാണുന്നത്? എത്തീറുൽ ലക്കിനെ കാണാം. പിന്നെ സിൻജാബിനെ കാണാം. ഫൗക്കൽ ബൈത്തി, വീടിന്റെ മുകളിലായിട്ട് സിൻജാബിനെ കാണാം. ഷജർ കാണുന്നുണ്ട്, ഷജറുൻ കബീർ, വലിയൊരു മരം കാണാം. ഫിൽ ഉസ്നി, മരക്കൊമ്പില് യജ്ലിസുൽ ബബോ ഇരിക്കുന്നുണ്ട്. പിന്നെന്താ അവിടെ കാണുന്നത്? റുഷുൻ, ഒരു കൂടുണ്ട്, അതില് ഫർഹുൻ, ഈ കുഞ്ഞിനെ അവിടെ കാണുന്നുണ്ട്. ഇനി പ്രവർത്തനം നോക്കൂ. ഹാദ ബുസ്താനുൻ, ഇതൊരു പൂന്തോട്ടമാണ്. ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ ഉണ്ട്. പൂന്തോട്ടത്തിൽ എന്തൊക്കെയുള്ളത് എന്ന് താഴെ അവിടെ ഡാഷ് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യണം. ഫിൽ ബുസ്താനി അസ്ഹാറുൻ, പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട്. ഫ്ലവേഴ്സിനെ കാണാം. ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ കിർദുൻ, കുരങ്ങനുണ്ട്. ഫിൽ ബുസ്താനി ബത്തൊത്തുൻ, താറാവുണ്ട്. ഫിൽ ബുസ്താനി ഷജറുൻ, മരമുണ്ട്. ഷജറുൻ കബീറുൻ, വലിയൊരു മരമുണ്ട്. ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിലുണ്ട്. അർണബുൻ, മുയലുണ്ട്. അങ്ങനെ നിങ്ങൾ എന്തൊക്കെയുള്ളത് വെച്ചെങ്കിൽ ആ പ്രവർത്തനത്തിൽ എഴുതുക. മറിയമിന്റെ തോട്ടത്തിൽ കണ്ട കാഴ്ചയെ കുറിച്ച് നമുക്കൊന്ന് പാടി നോക്കാം. 5ാമത്തെ പ്രവർത്തനം, ഹയ്യ വരൂ, നുൻഷിദു, നമുക്ക് പാടി നോക്കാം. ഐനൽ ബത്തത്തു അഹ്ബാബി, എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് താറാവുള്ളത്? തഹ്ത ഷജരി അഹ്ബാബി, എൻ്റെ പ്രിയപ്പെട്ടവരെ, താറാവുള്ളത് മരത്തിന്റെ താഴെയാണ്. ഐനൽ ലക്കു അഹ്ബാബി, പ്രിയപ്പെട്ടവരെ, എവിടെയാണ് കൊക്കുള്ളത്? ഫൗക്കൽ ബൈത്തി അഹ്ബാബി, എവിടെയാണ് കാണുന്നത്? ഫൗക്ക, മുകളിലാണ്, വീടിന്റെ മുകളിലായിട്ടാണ് ലക്ക് ഉള്ളത്. ഇനി അടുത്തത് ഐനൽ കെൽബു, നായ എവിടെയാണ്? അഹ്ബാബി എന്ന് ചേർത്ത് കൊടുക്കുക. നായ എവിടെയാണുള്ളത്? മരത്തിന്റെ താഴെ. അതിനെന്താ പറയാ? തഹ്ത ഷജരി അഹ്ബാബി, മരത്തിന്റെ താഴെയാണ് കെൽബുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.